അക്രമകാരികളായ മൃഗങ്ങളെ കൊല്ലാൻ അനുമതി നൽകുന്ന ബില്ല് സർക്കാർ കൊണ്ടുവരുന്നത് തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് മലയോര ജനതയെ ഒപ്പം നിർത്തുകയാണ് ബില്ലിലൂടെ സർക്കാർ ലക്ഷ്യമിടുന്നത്. കേരള കോൺഗ്രസ് എമ്മിന്റെ സമ്മർദ്ദവും ബില്ല് കൊണ്ടുവരാൻ കാരണമായി. നാട്ടിലിറങ്ങുന്ന വന്യമൃഗങ്ങളെ കൊലപ്പെടുത്തണമെന്നാവശ്യപ്പെട്ട് EP ജയരാജന്റെ നേതൃത്വത്തിൽ കർഷക സംഘം അടുത്തിടെ മാർച്ച് നടത്തിയിരുന്നു. റഹീസ് റഷീദ് നൽകും കൂടുതൽ വിശദാംശങ്ങൾ. റഹീസ്, ഈ ഒരു തുടർക്കഥയായി മാറുകയാണ് സംസ്ഥാനത്ത് വന്യമൃഗാക്രമണം എന്ന് നമുക്കറിയാം. അപ്പോൾ കേന്ദ്ര നിയമങ്ങളെ പഴിചാരിയിരുന്നാൽ മതിയോ, സംസ്ഥാനം എന്തു ചെയ്തു എന്ന ചോദ്യങ്ങൾ ഉയരുന്ന ഘട്ടത്തിലാണ്, തിരഞ്ഞെടുപ്പ് മുന്നിൽ നിൽക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഇത്തരത്തിലുള്ള ഒരു ബില്ലിന് അംഗീകാരം നൽകുന്നത്. പക്ഷേ കടമ്പകളേറെയാണ്. ഗവർണറുടെ ഒപ്പ് വേണം, രാഷ്ട്രപതിയുടെ അംഗീകാരം വേണം, ഇതൊക്കെ വലിയ കടമ്പകൾ തന്നെയാണ്. പക്ഷെ എങ്കിൽ കൂടിയും ഈ ഒരു സമയത്ത് ഇത്തരം ഒരു ബില്ല് കൊണ്ടുവരുന്നതിലൂടെ സർക്കാർ ലക്ഷ്യം വെക്കുന്നത് എന്താണ്? ഇത് ഗുണകരമാകുമോ? റോഷ്നി, കേന്ദ്രത്തെ പഴിചാരിയിരുന്നാൽ തദ്ദേശ തെരഞ്ഞെടുപ്പും തൊട്ടു പിന്നാലെ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും മലയോര മേഖല ഒന്നാകെ എതിരാകും എന്ന തിരിച്ചറിവിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് സംസ്ഥാന സർക്കാർ ഈ ബില്ല് കൊണ്ടുവരാൻ ഇന്ന് മന്ത്രിസഭ തീരുമാനിച്ചതും തിങ്കളാഴ്ച ബില്ല് നിയമസഭയിൽ അവതരിപ്പിക്കുന്നതും. അതിന് പിന്നിൽ പ്രധാനപ്പെട്ട ഒരു കാരണം കേരള കോൺഗ്രസ് എമ്മിന്റെ രാഷ്ട്രീയമായ സമ്മർദ്ദമുണ്ട്. മലയോര മേഖല കേന്ദ്രീകരിച്ച് കിടക്കുന്നതാണ് കേരള കോൺഗ്രസ് എമ്മിന്റെ വോട്ട് ബാങ്ക്. അവിടെയുള്ള ആളുകൾ ഈ കഴിഞ്ഞ ദിവസം അവിടെയുള്ള നേതാക്കൾ ജോസ് കെ മാണിയെ കണ്ട് അടുത്തിടെ പറഞ്ഞത് വോട്ട് ചോദിച്ചു മാത്രമല്ല, ചുമ്മാ പോലും അങ്ങോട്ട് പോകാൻ പറ്റാത്ത അവസ്ഥ ഉണ്ട് എന്ന് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് പെട്ടെന്ന് നിയമസഭ വിളിച്ചു കൂട്ടണമെന്ന ആവശ്യം ജോസ് കെ മാണിയൊക്കെ ഉന്നയിച്ചത്. പക്ഷെ ആ ആവശ്യം സർക്കാർ നിരാകരിച്ചെങ്കിൽ പോലും ജോസ് കെ മാണിയും കേരള കോൺഗ്രസ് എമ്മും ഉന്നയിച്ച ആവശ്യത്തെ അംഗീകരിക്കുകയാണ് ചെയ്തത്. അതിന് പിന്നിൽ മലയോര മേഖലയിൽ വലിയ ദുരന്തമാണ്. ഈ സർക്കാർ അധികാരത്തിലേറ്റ ഈ വർഷം ഈ 4 വർഷം കൊണ്ട് 178 പേരാണ് മലയോര മേഖലയിൽ കാട്ടിൽ നിന്ന് നാട്ടിലിറങ്ങിയ മൃഗങ്ങൾ ആക്രമിച്ച് കൊലപ്പെടുത്തിയത്. ആ പശ്ചാത്തലത്തിൽ പ്രത്യേകിച്ച് മലയോര മേഖല എന്ന് പറയുമ്പോൾ കത്തോലിക്ക സഭയ്ക്ക് നിർണായക സ്വാധീനമുള്ള പല ബിഷപ്പുമാരും ഇപ്പോൾ താമരശ്ശേരി ബിഷപ്പായിക്കോട്ടെ, കണ്ണൂർ ബിഷപ്പായിക്കോട്ടെ, മാനന്തവാടി ബിഷപ്പായിക്കോട്ടെ ഈ വിഷയം ഉന്നയിച്ച് സർക്കാരിനെതിരെ, വനം വകുപ്പിനെതിരെ നിരന്തരം രംഗത്ത് വരുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായിരുന്നു. അത് ഒഴിവാക്കുകയാണ് ലക്ഷ്യമിടുന്നത്. കഴിഞ്ഞ കുറച്ച് നാളുകൾക്ക് മുമ്പ് വരെ കേന്ദ്ര നിയമമാണ് തടസ്സമെന്ന് പറഞ്ഞു നിൽക്കുകയായിരുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ വോട്ട് പാറ്റേൺ നോക്കുമ്പോൾ മലയോര മേഖലയിൽ വലിയ തിരിച്ചടിവാണ് ഉണ്ടായത്. അതായത് കേന്ദ്രത്തെ പഴിചാരിയിരുന്നിട്ട് കാര്യമില്ല എന്ന് സംസ്ഥാന സർക്കാരും CPM-ഉം LDF-ഉം തിരിച്ചറിയുകയും അതിന്റെ അടിസ്ഥാനത്തിൽ നിർണായകമായ ഒരു നീക്കം നടത്തുകയും ചെയ്തു. നേരത്തെ റോഷ്നി പറഞ്ഞതുപോലെ നിയമപരമായ തടസ്സങ്ങൾ ഇനി ഏറെ ഉണ്ട് താനും. അതാണ്, ഇത്തരമൊരു ബില്ല് മന്ത്രിസഭ അംഗീകരിച്ചിരിക്കുന്നു. പക്ഷേ ഇനിയുള്ള കടമ്പകൾ അതൊരു വലിയ വെല്ലുവിളി തന്നെയാണ്. അപ്പോൾ ഇത്തരമൊരു ബില്ലിന്റെ ഗുണം അത് മലയോര ജനതയ്ക്ക് കിട്ടുമോ എന്നുള്ളത് തന്നെയാണ് ചോദ്യം. ഇതിന് രാഷ്ട്രീയ ലക്ഷ്യങ്ങളുണ്ട് എന്നുള്ളതുമാണ് യാഥാർത്ഥ്യം.